സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ അതിർത്തിക്ക് സമീപം അപകടകരമായ നീക്കവുമായി ബംഗ്ലാദേശ്. തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചതായി സൂചന. വയനാട് ദുരന്ത സഹായം കേരളത്തെ പഴിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിരോധത്തിന് ഏതു മാർഗവും സ്വീകരിക്കും. യുഎസിന് റഷ്യയുടെ മുന്നറിയിപ്പ്. നവീൻ ബാബുവിന്റെ മരണം സിബിഐ വേണ്ടെന്ന് സർക്കാർ. ഏറ്റെടുക്കാമെന്ന് സിബിഐ. ഡൽഹിയിൽ വായുമലിനീകരണത്തിൽ കുറവ്. നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാമെന്ന് സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അതിർത്തിക്ക് സമീപം ബംഗ്ലാദേശ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചതായി റിപ്പോർട്ട്. പശ്ചിമ ബംഗാളിന് സമീപമാണ് ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും തുടർന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടായ അക്രമ സംഭവങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതിന് പിന്നാലെയാണ് അതിർത്തിയിൽ പ്രകോപനമുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ബൈരക്തർ TB2 ആളില്ലാ വിമാനങ്ങളാണ് ബംഗ്ലാദേശ് വിന്യസിച്ചിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം പരിശോധിച്ചു വരികയാണെന്നാണ് വിവരം. പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് ഡ്രോണുകളുടെ വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ ബൈരക്തർ TB2 പോലെയുള്ള നൂതന ഡ്രോണുകൾ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ തള്ളിക്കളയുന്നില്ല. ഹെറോൺ TP പോലെയുള്ള ഡ്രോണുകൾ ബംഗ്ലാദേശ് അതിർത്തികളിൽ വിന്യസിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് അതിർത്തികളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് സംഘങ്ങളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് CBIയോട് ഹൈക്കോടതി. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI അറിയിച്ചു. അന്വേഷണം കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 12ലേക്ക് മാറ്റി. സർക്കാരിന്റെ സത്യവാങ്മൂലം പരിശോധിച്ച് CBI വിശദ മറുപടി 12-ന് നൽകും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് പരിശോധിക്കും. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണം. നവീൻ ബാബുവിന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നോ എന്നും കോടതി ചോദിച്ചു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് കുടുംബം സംശയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ പ്രതികരണം. ജസ്റ്റിസ് കൗസർ എടപ്പഗത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കേസ് ഡയറിയും കോടതി പരിശോധിക്കും. അതേസമയം കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് CBI കോടതിയെ അറിയിച്ചത്. യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിനെ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുതെന്ന് ദിവ്യ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസ് എടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയ PP ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയുമായിരുന്നു. പോലീസ് മെഡലിൽ അക്ഷരത്തെറ്റുണ്ടായത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിഷയത്തിൽ ഗുരുതര പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മെഡൽ തയ്യാറാക്കിയ ഏജൻസിക്ക് തെറ്റുപറ്റി. 270 മെഡലുകളിൽ 246 എണ്ണത്തിലും അക്ഷരത്തെറ്റുണ്ട്. മെഡൽ നിർമ്മിച്ച ഭഗവതി ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കേരള പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി അക്ഷരത്തെറ്റുകളുള്ള മെഡലുകൾ വിതരണം ചെയ്ത സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി S ദർവേഷ് സാഹിബാണ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. മെഡലുകൾ സ്വീകരിച്ചവരിൽ നിന്ന് അവ തിരികെ വാങ്ങാനും നിർദ്ദേശമുണ്ടായി. ആഭ്യന്തര വകുപ്പിനെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടിയിരുന്നു. മെഡലുകളിൽ മുഖ്യമന്ത്രിയുടെ എന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ എന്നാണ് രേഖപ്പെടുത്തിയത്. പോലീസ് മെഡൽ എന്നത് തെറ്റായി പൊലസ് മെഡൽ എന്നും രേഖപ്പെടുത്തി. സർക്കാർ രേഖകളിൽ പോലീസ് എന്നെഴുതുമ്പോൾ പോ ഉപയോഗിക്കരുതെന്നും
എപ്പോ എന്നാണ് വേണ്ടതെന്നും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് 2022 നിർദ്ദേശിച്ചിരുന്നു. അതും തെറ്റിച്ചിരുന്നു. പോലീസ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയ ശേഷമാണ് മെഡലുകൾ വേദിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറഞ്ഞിരുന്നത്. കരാറുകാർ 5 പാക്കറ്റുകളിൽ മെഡലുകൾ എത്തിച്ചു. ഓരോ പാക്കറ്റിൽ നിന്നും ഓരോന്ന് പരിശോധിച്ചുവെന്നാണ് അധികൃതർ പറഞ്ഞത്. അതേസമയം എല്ലാ മെഡലുകളിലും ഒരേ കാര്യം എഴുതിയിരിക്കുമ്പോൾ ഇടയ്ക്കുള്ളവയിൽ മാത്രം പിശക് സംഭവിച്ചത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയർന്നത്. പോലീസ് മെഡലിലെ സംസ്ഥാന മുദ്രയിലും ഗുരുതര പിഴവ് പറ്റി. മുദ്രയുടെ ഏറ്റവും താഴെയാണ് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത്. 2010 മുദ്ര പരിഷ്കരിച്ചിരുന്നു. അശോക സ്തംഭത്തിനും ശംഖുമുദ്രയ്ക്കും മധ്യേ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തണമെന്ന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പോലീസ് മെഡലിൽ 2010 മുൻപുള്ള മുദ്രയാണ് ഉപയോഗിച്ചത്. ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത്. ഹൈക്കോടതിയുടെ ഉത്തരവ് അപ്രായോഗികമാണെന്ന് മന്ത്രി പറഞ്ഞു. കോടതിയുടെ ചില നിരീക്ഷണങ്ങളോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ നിയമനിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ്. നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആലോചന നടക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ആഴ്ച തന്നെ ഉന്നതതല യോഗം വിളിക്കുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം അതിന്റെ പൂർണ്ണ പെരുമയോടെ തന്നെ ഒരു കോട്ടവും തട്ടാതെ നടത്തണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനിടെ ആനെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ ക്ഷേത്രോത്സവ കമ്മിറ്റി ഓർഗനൈസേഷൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ മെമ്മോറാണ്ടം നൽകി. നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ കേരളത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കും. ഹർജി പരിഗണിക്കുന്ന ബെഞ്ച് വിഷയം കൃത്യമായി പഠിച്ചിട്ടില്ല. നിഷ്പക്ഷത ഉറപ്പാക്കാൻ ഹർജി പരിഗണിക്കുന്ന ബെഞ്ച് പുനഃസംഘടിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി ഗൈഡ് ലൈനിൽ ഉള്ളതെന്ന് മെമ്മോറാണ്ടത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതേസമയം നവംബർ 14 സംസ്ഥാനത്തെ ആനെഴുന്നള്ളിപ്പിൽ കർശന നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളിപ്പിൽ നിർത്തരുതെന്നത് ഉൾപ്പെടെയുള്ള നിരവധി മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് A ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. നല്ല ഭക്ഷണം, വിശ്രമം എന്നിവയ്ക്കൊപ്പം എഴുന്നള്ളിക്കാൻ ആവശ്യമായ സ്ഥലം, പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. യുക്രൈനിൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഗൗരവമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. സ്വയം പ്രതിരോധിക്കാൻ ഏതു മാർഗവും ഉപയോഗിക്കാൻ റഷ്യ തയ്യാറാണെന്നും US-ഉം സഖ്യകക്ഷികളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. US-ഉം പങ്കാളികളുമായും തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ മിസൈലുകൾ അയക്കുമെന്നും ലാവ്റോവ് പറഞ്ഞു. യുക്രൈനിലെ പ്രാദേശിക ഇടപെടലുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലാണ് റഷ്യ 2 ആഴ്ച മുൻപ് അയച്ചത്. മിസൈൽ 700 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിനിപ്രോയിലെത്തി. സൈനിക വ്യാവസായിക സമുച്ചയത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത്. യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ ഉപയോഗിച്ചത് പുതിയതായി വികസിപ്പിച്ച മധ്യദൂര ഹൈപ്പർസോണിക് മിസൈലാണെന്ന് റഷ്യ മുൻപ് സ്ഥിരീകരിച്ചിരുന്നു. US, ബ്രിട്ടീഷ് മിസൈലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ മാസം റഷ്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യവ്യാപകമായി സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പ്രസംഗത്തിലാണ് പുടിൻ പ്രതികരണം നടത്തിയത്. ആണവായുധം വഹിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് റഷ്യ പ്രയോഗിച്ചതെന്നാണ് യുക്രൈൻ ആരോപിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പുടിന്റെ മറുപടി. പൗരന്മാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള മുന്നറിയിപ്പ് ആക്രമണത്തിന് മുൻപ് നൽകുമെന്ന് പറഞ്ഞ പുടിൻ റഷ്യൻ മിസൈലുകളെ തടയാൻ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ലെന്നും അവകാശപ്പെട്ടു. അതേസമയം റഷ്യയെ ആക്രമിക്കാൻ മിസൈലുകൾ ഉപയോഗിച്ച രാജ്യങ്ങൾക്കെതിരെ ഇത് പ്രയോഗിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. പാശ്ചാത്യ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചാൽ അത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിക്കുമെന്ന് US-നും നാറ്റോ സഖ്യകക്ഷികൾക്കും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ട് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. പ്രദേശ്, ജില്ലാ, സിറ്റി, ബ്ലോക്ക് കമ്മിറ്റികളാണ് അടിയന്തരമായി പിരിച്ചുവിട്ടത്. കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം പുനർസംഘടിപ്പിക്കാനും താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുമാണ് നീക്കമെന്നാണ് വിവരം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താതെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയായിരുന്നു കോൺഗ്രസ്. സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുകയും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരം ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് പിരിച്ചുവിടൽ എന്നാണ് സൂചന. 403 നിയമസഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ അധികാരം പിടിക്കുക ഇന്ത്യ സഖ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ്. നിലവിൽ കോൺഗ്രസിനെ ദുർബല സാന്നിധ്യമുള്ള നിയമസഭാ സീറ്റുകളിൽ ഈ പുനർസംഘടന കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ജാതി സമവാക്യങ്ങൾ കണക്കിലെടുത്ത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുന്നതിലാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നവംബർ 6 ഖാർഗെ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതിന്റെ കീഴിലുള്ള യൂണിറ്റുകളും പിരിച്ചുവിട്ടിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുള്ള ഒരു അവസരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഉപേക്ഷിക്കില്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചത്. രാജ്യത്തെ സാധാരണക്കാരെ BJP വെറുക്കുന്നുവെന്നും ഡൽഹിയിൽ പൊതുസമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞു. നമ്മുടെ ഐക്യം തകർക്കാനുള്ള ഒരു കല്ലും അവർ ഉപേക്ഷിക്കില്ല. സാധാരണക്കാരെ വെറുക്കുന്നതിനാൽ അവരെ ഉപേക്ഷിക്കുന്നു. ഈ വിദ്വേഷത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. അതിനെ രാഷ്ട്രീയ അധികാരം അനിവാര്യമാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആദ്യം മേക്ക് ഇൻ ഇന്ത്യ നയങ്ങളെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 15ാമത് VTB റഷ്യ കോളിംഗ് നിക്ഷേപ വേദിയിലായിരുന്നു പുടിന്റെ പ്രശംസ. വളർച്ചയ്ക്ക് സുസ്ഥിരമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സുസ്ഥിര സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്ത്യയിൽ ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള റഷ്യയുടെ സന്നദ്ധത പ്രകടിപ്പിച്ച പ്രസിഡന്റ് പുടിൻ റഷ്യയുടെ ഇറക്കുമതി ബദൽ പരിപാടിയും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവും തമ്മിലുള്ള സമാനതകളും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ നിക്ഷേപം ലാഭകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ നേതൃത്വം ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ തയ്യാറാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സുസ്ഥിര സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യയെ ഒന്നാമതാക്കുക എന്ന നയത്താൽ നയിക്കപ്പെടുന്നു. ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ലാഭകരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റ് അടുത്തിടെ രാജ്യത്ത് $20 കോടി നിക്ഷേപിച്ചതായും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സിന്റെ പരിണാമത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഇറക്കുമതി ബദൽ പരിപാടിയുടെ പ്രാധാന്യവും പ്രസിഡന്റ് പുടിൻ എടുത്തു പറഞ്ഞു. SMEകളുടെ വളർച്ചയിലും ബ്രിക്സ് രാജ്യങ്ങളിലെ SMEകൾക്ക് സുഗമമായ വ്യവസായ ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ദ്രുത തർക്ക പരിഹാര സംവിധാനത്തിന്റെ ആവശ്യകതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി പുടിൻ പറഞ്ഞു. ഉപഭോക്തൃ സാമഗ്രികൾ, IT, ഹൈടെക്, കൃഷി തുടങ്ങിയ മേഖലകളിലെ പ്രാദേശിക റഷ്യൻ ഉൽപാദകരുടെ വിജയം ചൂണ്ടിക്കാട്ടി വിപണിയിൽ നിന്ന് പുറത്തുപോയ പാശ്ചാത്യ ബ്രാൻഡുകൾക്ക് പകരമായി പുതിയ റഷ്യൻ ബ്രാൻഡുകൾ ഉയർന്നുവന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വയനാട് ദുരന്ത സഹായം വൈകുന്നതിൽ കേരളത്തെ പഴിച്ച് കേന്ദ്ര സർക്കാർ. പ്രിയങ്ക ഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിന് അമിത്ഷാ മറുപടി നൽകി. സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ 13 മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ താമസം വരുത്തിയെന്നും അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിച്ചു. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറയുന്നു. അതേസമയം ദുരന്തത്തെ ഏത് വിഭാഗത്തിൽ പെടുത്തുമെന്നത് സംബന്ധിച്ച് അമിത്ഷായുടെ മറുപടിയിൽ പരാമർശമില്ലെന്നാണ് സൂചന. അതിനിടെ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഹൈക്കോടതി വിമർശിച്ചു. ദുരിതാശ്വാസ പുനരധിവാസ ഫണ്ടിൽ വ്യക്തതയില്ലെന്നും കോടതി ചോദിച്ചു. കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടി രൂപയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എന്ത് സഹായം നൽകുമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് പലതവണ ചോദിച്ചിരുന്നു. കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ പണമുണ്ടെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും ഇതിൽ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല.
ഈ ഘട്ടത്തിലാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫിനാൻസ് ഓഫീസർ ശനിയാഴ്ച കോടതിയിലെത്തി കണക്കുകൾ ബോധിപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിന് മുൻപ് ദുരിതാശ്വാസ നിധിയിൽ എത്ര തുക ഉണ്ടായിരുന്നുവെന്നും അതിൽ വിനിയോഗിക്കാൻ പാകത്തിൽ എത്ര തുക ഉണ്ടായിരുന്നുവെന്നും കോടതിയെ അറിയിക്കണം. കേന്ദ്രം അനുവദിച്ചതിൽ എത്ര തുക വിനിയോഗിക്കാനായി, വയനാട്ടിൽ പുനരധിവാസത്തിന് എത്ര തുക വേണമെന്നും കേന്ദ്രം എത്ര ധനസഹായം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ശനിയാഴ്ച അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അതിനുശേഷം തുടർ നിർദ്ദേശങ്ങൾ നൽകാമെന്നും കോടതി വ്യക്തമാക്കി. ഡൽഹിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വായു മലിനീകരണം കണക്കിലെടുത്ത് നടപ്പിലാക്കിയ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് 4 പിൻവലിക്കാമെന്ന് സുപ്രീം കോടതി. വായു മലിനീകരണ തോതിൽ കുറവ് രേഖപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാദം കേൾക്കുമ്പോഴാണ് സുപ്രധാന തീരുമാനം. ദില്ലി NCR മേഖലകളിലെ അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി. ഒരു മാസമായി ഡൽഹിയിൽ വലിയ തോതിലുള്ള വായു മലിനീകരണമാണ് അനുഭവപ്പെട്ടിരുന്നത്. പലയിടങ്ങളിലും നേരത്തെ രേഖപ്പെടുത്തിയ വായു ഗുണനിലവാര സൂചിക 700-നും മുകളിലായിരുന്നു. ഇതിനിടെ കാഴ്ചപരിധി 200 മീറ്ററിൽ താഴെയായി കുറഞ്ഞ ദിവസങ്ങളും ഉണ്ടായി. ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ വായു ഗുണനിലവാരം 161 ഗുണനിലവാരം മോഡറേറ്റ് വിഭാഗത്തിൽ തുടരുന്നതിനാലാണ് നിയന്ത്രണങ്ങൾ നീക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയത്. അതേസമയം വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുകയായിരുന്നു ദില്ലി മുഖ്യമന്ത്രി അതിഷി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് കൂടിയെന്നും മലിനീകരണത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പഞ്ചാബിലും ഹരിയാനയിലും വൈക്കോൽ കത്തിക്കുന്നതാണെന്നും നെല്ലിന്റെ അവശിഷ്ടങ്ങൾ മൃഗങ്ങളുടെ തീറ്റയ്ക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു. മുഡ ഭൂമി ഇടപാട് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയ ഹർജിയിൽ സർക്കാരിനെ നോട്ടീസ് അയച്ച് ഹൈക്കോടതി. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും കേസിലെ പരാതിക്കാർക്കുമാണ് കർണാടക ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. സംസ്ഥാന സർക്കാരിന് കീഴിലാണ് അന്വേഷണ ഏജൻസിയായ ലോകായുക്ത എന്നതിലാണ് നോട്ടീസ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് ഇനി ജനുവരി 20-ന് പരിഗണിക്കുമ്പോൾ വ്യക്തമായ നിലപാട് അറിയിക്കണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. അതേസമയം മുഡ അഴിമതി കേസിലൊതുങ്ങില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി ചുരുങ്ങിയത് 700 കോടിയുടേതെന്നാണ് ED പറയുന്നത്. മുഡ കേസിൽ വൻ ക്രമക്കേട് നടന്നതിനെ തെളിവ് കണ്ടെത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ലോകായുക്തയ്ക്ക് നൽകിയ കത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. 1095 പ്ലോട്ടുകൾ ബിനാമി പേരുകളിലോ വഴിവിട്ടോ ആണ് കൈമാറിയതെന്നും ED കണ്ടെത്തിയതായി പറയുന്നു. ഇവയ്ക്കെല്ലാം ചേർത്ത് മതിപ്പുവില ഏതാണ്ട് 700 കോടിയെന്നാണ് ED വിവരിക്കുന്നത്. സിദ്ധരാമയ്യയുടെ ഭാര്യ BN പാർവതിക്ക് 14 പ്ലോട്ടുകൾ കൈമാറിയതിൽ നിരവധി ക്രമക്കേടുകളുണ്ടെന്നും ലോകായുക്തയ്ക്ക് നൽകിയ കത്തിൽ ED വ്യക്തമാക്കിയിട്ടുണ്ട്. പാർവതിക്ക് ഭൂമി പതിച്ചു നൽകുന്ന കാലത്ത് മകൻ യതീന്ദ്ര മുഡ ബോർഡ് മെമ്പറായിരുന്നു. അന്ന് വരുണ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയായിരുന്നു യതീന്ദ്ര. വ്യാജ ഒപ്പുകളും രേഖകളും അധികാര ദുർവിനിയോഗവും ഭൂമി കൈമാറ്റത്തിൽ നടന്നെന്നും ED ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭൂമി കൈമാറ്റത്തിന് അടിസ്ഥാനമായ നിരവധി രേഖകൾ മുക്കിയെന്നും ED കത്തിൽ പറയുന്നുണ്ട്. ഭൂമി നഷ്ടപ്പെട്ടവരെന്ന പേരിൽ മറ്റു പ്ലോട്ടുകൾ പതിച്ചു കിട്ടിയവരിൽ പലരും റിയൽ എസ്റ്റേറ്റുകാരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമാണെന്നും വിവരിക്കുന്നതാണ് ലോകായുക്തയ്ക്ക് ED നൽകിയ കത്ത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.